23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ചിഹ്നം 5 തലയുള്ള സർപ്പമാണ്. അദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന് പറയുന്നത് അംബികയാണ്. അപ്പോൾ ഈ 5 തലയുള്ള അതേ സർപ്പമാണ് ത്തിൻ്റെ തലത്തിലാണ് നമ്മുടെ ശ്രീപത്മനാഭൻ ശയിക്കുന്നത്. തീർന്നില്ല. അനന്തൻകാട് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്ത് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. 5 തലയുള്ള സർപ്പമാണ് അവിടുത്തെ പൂജ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ജൈന ബന്ധം നമുക്കിതിൽ ആരോപിക്കാം. അപ്പോൾ ആനന്ദൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ജൈനനായിരുന്നിരിക്കാം. അതൊരു സാധ്യത മാത്രമാണ്. 3ാമത്തെ സാധ്യത ഞാൻ പറഞ്ഞു, പുഷ്പാഞ്ജലി സ്വാമിയാരുടെ താമസം മിത്രാനന്തപുരത്താണ്. മിത്രാനന്തപുരത്ത് ആണ് ത്രിമൂർത്തികളെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്, പിന്നെയുള്ളത് വിഷ്ണുവാണ്, ബ്രഹ്മാവിനെയും പ്രതിഷ്ഠ. അത്യപൂർവമാണ് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ. ഇവിടെ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ത്രിമൂർത്തി പ്രതിഷ്ഠയുള്ള അതിപ്രാചീനമായ ഒരു പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കം നമുക്ക് തോന്നിക്കുന്ന അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് മിത്രാനന്തപുരം. അതിൽ കിടപ്പുണ്ടൊരാനന്ദൻ. അങ്ങനെയെങ്കിൽ മിത്രാനന്ദനിൽ നിന്നല്ലേ തിരുവാനന്തപുരം രൂപം കൊണ്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ശ്രീ എന്നുള്ളതിന് പകരം, അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ആരംഭിക്കുന്ന ഏതിനും നമ്മൾ ഒന്നുകിൽ ശ്രീ ചേർത്ത് പറയും, അല്ലെങ്കിൽ തിരു ചേർത്ത് പറയും. അങ്ങനെയെങ്കിൽ തിരുവാനന്തപുരം രൂപം കൊണ്ടത് മിത്രാനന്തപുരത്തിൽ നിന്നാവണം. ആ മിത്രാനന്തപുരത്തിനേക്കാൾ വളരെ പ്രാധാന്യത്തോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രം ഉയർന്നു വരികയും ആ പത്മനാഭനിൽ ഈ ആരോപിച്ചുകൊണ്ട് തിരുവാനന്തപുരത്തിനെ തിരുവനന്തപുരമാക്കി മാറ്റുകയും ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ 8ര യോഗത്തിന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് തിരുവാനന്തപുരം സഭ എന്നാണ്. ഈ തിരുവാനന്തപുരം സഭ 16ാം നൂറ്റാണ്ട് വരെ എല്ലാ രേഖകളിലും തിരുവാനന്തപുരം സഭയാണ്. ഇത് പിന്നീട് എപ്പോഴോ ഇത് 8ര യോഗമായി മാറി.